ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു മന്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കുഴിമന്തിയുടെ റെസിപ്പിയാണ്. അതും നമ്മളിന്ന് കുക്കറിലാണ് മന്തി ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ അരിയും ചിക്കനും ഒക്കെ കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ചെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എപ്പോഴും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ, എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊരു മസാല പരട്ടി വയ്ക്കാം. അപ്പോൾ ഇത്തിരി ഉപ്പിട്ടു. അപ്പോൾ ഒരു അരമുറി ചെറുനാരങ്ങ ഞാൻ നന്നായി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളതൊന്ന് മസാല പരട്ടി വെക്കാനാണ്. അപ്പോൾ ഞാനൊരു അരമുറി ചെറുനാരങ്ങ തന്നെയാണ് പിഴിഞ്ഞു വെച്ചിട്ടുള്ളൂ. നമുക്കിതപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ എരിവിന് മാത്രമായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്മി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇന്ന് മന്തി വെക്കുന്നത്. അപ്പോൾ കുക്കറൊക്കെ കുക്കറിൽ നമ്മൾ പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇല്ലേ, അതെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ മസാലയും ഇതൊക്കെ പരട്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം നമ്മൾ കുക്കറിലൊന്ന് അടിയിലൊന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. പട്ട, ഏലക്ക, അങ്ങനത്തെ കുറച്ച് വക സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാഗി ക്യൂബ്, അതായത് ഇപ്പോൾ ഒരു 2-3 പീസ് മാഗി ക്യൂബ് ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 3 പീസ് നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പ് കുറവാണ് വേണ്ട കേട്ടോ. മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഞാനൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് എരിവുള്ള മുളകും കൂടി കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു തക്കാളി അരച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ അരയ്ക്കണം. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഞാൻ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പിടുമ്പോൾ നമ്മൾ കുറച്ചിട്ടാൽ മതി. നമ്മൾ മാഗി ക്യൂബിൽ ഒരുവിധം ഉപ്പുണ്ട്. അപ്പോൾ എല്ലാമായി നമ്മുടെ തക്കാളി അരച്ചത് ഞാൻ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം തിരുമ്പി കഴിഞ്ഞിട്ട് തക്കാളിയുടെ കാര്യം മറന്നുപോയി. അപ്പോൾ തക്കാളിയും കൂടി ഒന്നും കൂടി ഒഴിച്ച് നമുക്കൊന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം കേട്ടോ. അതങ്ങനെ കുറച്ച് നേരം മസാല പിടിക്കട്ടെ. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഇതിക്ക് ആവശ്യമുള്ള അരി നന്നായി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് വെച്ച് വാർത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള അരിയാണ്. നമ്മൾ കുറച്ചൊരു കളറുള്ള ഒരു അരിയാണ് നമ്മൾ മന്തിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വെള്ളം നന്നായി തിളക്കട്ടെ കേട്ടോ. കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേവട്ടെ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു പകുതി വേവായാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തിളച്ചതിന് ശേഷം ഒരു പകുതി വേവായിട്ട് എടുക്കുക തന്നെയാണ്. അപ്പോൾ അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി നമുക്ക് തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു പാതി വേവായിട്ടാണ് മതി. പകുതി വേവായതിന് ശേഷം നമുക്ക് അരി ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ എന്തായാലും ഇടണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും കേട്ടോ. അതായത് നമ്മൾ കുറച്ച് വെളുപ്പമുള്ള അരിയല്ലേ നമ്മൾ ഈ കുഴിമന്തിക്കൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പകുതിയായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെറുനാരങ്ങ ഇതിലിട്ട് കൊടുക്കുമ്പോൾ, നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയും ചോറും വറ്റുകൾ ഇങ്ങനെ ഒട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അരി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അരി പകുതി വേവാവണ്ടോ, കാരണം നമ്മൾ കുക്കറിൽ ചിക്കൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക്
ഇത് ഊച്ചിയിടുക വേണ്ടോ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ അതിലൊന്ന് ഒരു വിസിലും കൂടിയും കൊടുക്കുമ്പോൾ അരി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതാണ് നമ്മൾ അരി ഇതിൽ പകുതി വേവിക്കുന്നത്. അപ്പോൾ അതാ വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ നമ്മൾ മസാല റെഡി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മുടെ ചോറ് നമുക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊരു വിധം വെന്തതാണല്ലോ, പിന്നെ നമുക്ക് ചിക്കനാണല്ലോ വെന്തിട്ടുള്ളത് വേവേണ്ടത്. അപ്പോൾ അതാ മൊത്തം ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ കുക്കർ അങ്ങോട്ട് നിറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ മുളകിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അതാ വെച്ചാൽ നമുക്ക് ചോറിൽ കുറേ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് അത്രേ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് നമ്മുടെ കളറിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ കുക്കർ നമുക്ക് അടച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് പച്ചമുളക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിലൊരു 4 പച്ചമുളക് ഒന്ന് ഉള്ളിൽ ഇങ്ങോട്ട് കുത്തി കൊടുക്കട്ടെ. നമ്മൾ മന്തിയൊക്കെ മേടിക്കുമ്പോൾ കണ്ടില്ലേ പച്ചമുളക് ഒരു പുഴുങ്ങിയൊരു ടേസ്റ്റിൽ കിട്ടാറില്ലേ, അത് ഇതുപോലെ കുത്തി കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതിൽ നമുക്കൊരു 4-5 പച്ചമുളക് എടുത്ത് ഇങ്ങോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി ജീരകം മസാല ഒക്കെ പൊടിച്ചിട്ടൊരു മന്തി മസാലയാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു വിസിലടിക്കേ വേണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാൻ എൻ്റെ കുക്കർ ഫുള്ളായി കേട്ടോ. ഫുള്ളായപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റിയിട്ട് ശരിക്കും അങ്ങോട്ട് അടച്ചു കൊടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടി. കണ്ടില്ലേ വിസിൽ നമ്മൾ പോയതിന് ശേഷമാണ് കേട്ടോ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അടിപൊളി മണം തന്നെയായിരുന്നു കേട്ടോ. കണ്ട ചോറ് കണ്ട അവിടെ ഇവിടെ മുട്ടാണ്ട് നല്ല പൂ പോലെയായിരുന്നു, നല്ല ചോറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നമുക്കൊരു ചെമ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അടിയിലാണല്ലോ നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഉരുളിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചോറിൽ കണ്ടില്ലേ ഇടയ്ക്കൊരു മഞ്ഞ കളറും ഇതൊക്കെ. അപ്പോൾ അതാ ഓരോരുത്തർക്ക് വിശപ്പായി. അപ്പോൾ അതാ ഞാൻ മന്തി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ കുറച്ചായി കേട്ടോ. അപ്പോൾ അതായത് വേഗം മന്തി കൊടുത്തപ്പോൾ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു തക്കാളി ചട്നിയും മയോണൈസും പെട്ടെന്ന് അരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ മന്തി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി. നമ്മൾ പകുതി വേവിച്ച ചോറ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ വിസിൽ പോയതിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.